نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر യെസ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. യെസ് ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 100 ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 100 ചോദ്യങ്ങൾ. നാളത്തെ CM കിഡ്സിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന 100 ചോദ്യങ്ങൾ, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇതുവരെയുള്ള മുഴുവൻ പാഠങ്ങളിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെയുള്ള കുറെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട്. അതിന്റെ PDF-കൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നേരെ പോകും, നമ്മൾ സമയം കളയുന്നില്ല. 100 ചോദ്യങ്ങൾ ഇത് ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഇതിന്റെ ഇവിടെ നമ്മൾ ചോദിക്കുന്നതിന്റെ PDF ഫയൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ആ നമ്പറിൽ ജസ്റ്റ് ഹായ് അയച്ചാൽ മതി. പിന്നെ യൂട്യൂബിന്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ PDF ഫയൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫ്രീ ആയിട്ട് അടിച്ച് പൊളിച്ച് പഠിക്കടാ, ഉഷാറാക്കടാ. നേരെ നമ്മൾ പോകുന്നത് 100 ചോദ്യങ്ങൾ. 100 ചോദ്യങ്ങളല്ല, 125ഓളം ചോദ്യങ്ങളുണ്ട്. എന്ത് തന്നെയായാലും നമ്മൾ അടിച്ച് പൊളിച്ച് ചോദിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഉത്തരങ്ങൾ പറയാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇനി നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നിനും പഠിപ്പിക്കുന്നില്ല. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തു വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പുതിയ കാര്യങ്ങളൊന്നും ഇനി പോയിട്ട് പഠിക്കാന്ന് കണ്ടില്ല. ലാസ്റ്റ് സമയത്തൊക്കെ പോയിട്ട് പുതിയ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പഠിച്ച സാധനം കൂടി ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ മാത്രം നോക്കുക. സെറ്റാണോ, റെഡിയാണോ? ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. നേരെ നമ്മൾ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? 100 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. 100 ചോദ്യങ്ങൾ. യെസ് ഗൈസ്, ഒന്നാമത്തെ ചോദ്യം. നിർഭയ എന്ന കവിതയിൽ മലയിടിച്ചു വരുന്ന യന്ത്രത്തിന്റെ വഴിയിൽ ചമഞ്ഞു നിൽക്കുന്നത് ആര്? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കാറ്റ്, പുഴ, കൊച്ചു തുമ്പച്ചെടി, ആൽമര. നമുക്കറിയാം, വളരെ ഉഷാറായിട്ട് വളരെ ഒരു ലാഘവത്തോടു കൂടി നിൽക്കുന്നത് ആരാണ്? കൊച്ചു തുമ്പച്ചെടിയാണ്. ഈ ചോദ്യത്തിനൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉത്തരം എഴുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാറ്റ് തന്റെ സാന്നിധ്യം അറിയിക്കുന്ന വഴികളായി കവിതയിൽ പറയുന്നത് എന്തെല്ലാം? ഇലകൾ ആടുമ്പോഴാണോ? പിപിയും ഓടക്കുഴലും പാടുമ്പോഴാണോ? ശ്വാസമായി കൂടെ ഉള്ളപ്പോൾ? ഇവയെല്ലാം. നമുക്കറിയാം, ഇവയെല്ലാം കാറ്റ് തന്റെ സാന്നിധ്യം അറിയിക്കുന്ന വഴികളാണ്. ഏതൊക്കെയാണ്? ഇലകളാടുമ്പോൾ, പിപിയും ഓടക്കുഴലും പാടുമ്പോൾ, ശ്വാസമായി കൂടെയുള്ളപ്പോൾ, എല്ലാ സമയം. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഴി എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്താണ്? ആഴി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മക്കളെ? ആഴി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്. കാറ്റിന് ഉപ്പുരസം തോന്നുന്നത് എവിടെ വെച്ചാണെന്നാണ് കവി പറയുന്നത്? സന്ധ്യക്കുള്ള പൂവിൽ നിന്നാണോ? തൊട്ടിലിൽ ആടുമ്പോഴാണോ? ആഴിത്തിരകൾക്ക് മീതെ ആടിക്കളിക്കുമ്പോഴാണോ? പി പാടുമ്പോഴാണോ? നമുക്കറിയാം, കാറ്റിന് ഉപ്പുരസം തോന്നുന്നത് ആഴിത്തിരകൾക്ക് മീതെ ആടിക്കളിക്കുമ്പോഴാണ് കാറ്റിന് ഉപ്പുരസം തോന്നുന്നത്. അല്ലേ? അങ്ങനെയല്ലേ? ആണ്, അങ്ങനെയാണ്. എന്നാ പോട്ടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. കളിമാറാപ്പ് എന്ന കവിതയിൽ കവി പരാമർശിപ്പിക്കുന്ന മലനാട് എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ കേരളം തന്നെ. അതിൽ വേറൊരു സംശയവും വേണ്ട. എന്ത് തേങ്ങയിലെ സംശയമാണ്? കേരളം തന്നെ, അതിൽ വേറൊരു സംശയവും വേണ്ട. കേരളമാണ് കളിമാറാപ്പ് എന്ന കവിതയിൽ കവി പരാമർശിപ്പിക്കുന്ന മലനാട്. അടുത്തത്. കാട്ടിലെ കായിക ഉത്സവം എന്ന റിപ്പോർട്ടിംഗ് നടത്തിയത് ആര്? അത് നമുക്കറിയാം, അത് കുഞ്ഞരിപ്രാവാണ്. കാട്ടിലെ എന്ന റിപ്പോർട്ടിംഗ് നടത്തിയത് ആരാണ്? കുഞ്ഞരിപ്രാവാണ്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് നിങ്ങളോട് ചോദിക്കാൻ 100% നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. 100% നിങ്ങൾ പഠിച്ചതായിരിക്കും. എന്റെ മക്കൾ ആ സാധനങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു നാടൻ കളി അല്ലാത്തത്? ഉപ്പുകളി, ക്രിക്കറ്റ്, ഗോലിക്കളി, തലപ്പന്ത്. ഇത് നമുക്കറിയാം, പേര് പോലെ തന്നെ ക്രിക്കറ്റ് ആണ് ഒരു നാടൻ കളി അല്ലാത്തത്. ബാക്കിയൊക്കെ എന്താണ്? നാടൻ കളിയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. നോമ്പുണ്ടോ മക്കളെ? എല്ലാവർക്കും നോമ്പുണ്ടോ? നോമ്പൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കണം. നോമ്പൊക്കെ നോക്കി നാളെ പോയിട്ട് പരീക്ഷ എഴുതി പേപ്പർ വരുമ്പോഴാ പേടിക്കണ്ട മക്കളെ. നാളെ നിങ്ങൾക്ക് പരീക്ഷ പേപ്പർ എഴുതുമ്പോൾ, പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ചോദ്യങ്ങളല്ലാണ്ട് ഒരു ചോദ്യവും നിങ്ങളോട് ചോദിക്കൂല. പേടിക്കണ്ട, അടിച്ചു പൊളിച്ച് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് തന്നെ ഫുൾ മാർക്ക് CM കിഡ്സ് നമ്മൾ നേടിയിരിക്കും. 100% ഉറപ്പ്. നേരെ നമ്മൾ പോകുന്നു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഗോ.
ഈ നിർദ്ദേശം സാധാരണയായി ഏത് മത്സരത്തിലാണ് നൽകുന്നത്? നമുക്കറിയാം അത് ഓട്ട മത്സരത്തിലാണ് നൽകുന്നത്. അതിന് ഓപ്ഷൻസ് ഒന്നും വേണ്ട. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ ഓട്ട മത്സരം തന്നെ, വേറെ ഒന്നും ഇല്ലടോ ചങ്ങായിമാരെ. നേരെ പോകുന്നു. ദിയമോൾക്ക് ഏത് കായികമേളയിൽ പങ്കെടുക്കാനാണ് ആഗ്രഹം? നമുക്കറിയാം ഒളിമ്പിക്സ്, ആ ഒരു പാഠത്തിൽ നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട് അല്ലെ. ഏത് കായികമേളയിലായിരുന്നു? ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വലുതിന്നിര ചെറുതെന്നതും മൃഗജീവിത നിയമം, ഇത് ആരുടെ വരികളാണ്? ഈ ഒരു വരി കണ്ടാൽ, വലുതിന്നിര ചെറുതെന്നതും മൃഗജീവിത നിയമം എന്ന് പറയുന്ന ഈ ഒരു വരി കണ്ടാൽ നേരെ എഴുതിക്കോ, അത് സഹോദരൻ അയ്യപ്പനാണ്. ആരാണ് അത്? അത് സഹോദരൻ അയ്യപ്പന്റെ വരികളാണ്. വലുതിന്നിര ചെറുതെന്നതും മൃഗജീവിത നിയമം എന്ന് പറയുന്നത് അത് സഹോദരൻ അയ്യപ്പന്റെ വരികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സഹോദരൻ അയ്യപ്പന്റെ വാതിൽ എന്ന കവിതയിൽ, സഹോദരൻ അയ്യപ്പന്റെ വാതിൽ എന്ന കവിതയിൽ നരധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നരധർമ്മം, ചെറുതിനെ തോൽപ്പിക്കുന്നത്, ചെറുതിനെ തുണയ്ക്കുന്നത്, വലിയവനാകുന്നത്, കാട്ടിൽ ജീവിക്കുന്നത്, ഏതിനാണ്? ചെറുതിനെ തുണയ്ക്കുന്നതാണ് അല്ലെ. ചെറുതിനെ തുണയ്ക്കുന്നതാണ് എന്ന് നമുക്കറിയാം ഇല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് അവിടെ കാണുന്നില്ല തോന്നുന്നുണ്ട് അല്ലെ. ഓക്കെ, എന്തിനായാലും ഈ ഒരു PDF നിങ്ങൾക്ക് കിട്ടും കേട്ടോ. PDF കിട്ടും. ചോദ്യം ശ്രദ്ധിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാറുകയാണി മീനുക്കുട്ടി. ഈ വരിയിൽ പാറുക എന്ന പദത്തിന് കവിതയിലുള്ള അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചത്. പാറുകയായി മീനുക്കുട്ടി, ഈ വരിയിൽ പാറുക എന്ന പദത്തിന് കവിതയിലുള്ള അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചത്. നമുക്ക് എഴുതി കൊടുക്കാം. കവിതയിലുള്ള അർത്ഥം എന്ന് പറയുന്നത് വേഗത്തിൽ ഓടി നടക്കുക, അതാണ് കവിതയിലുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഏതാണ്? വേഗത്തിൽ ഓടി നടക്കുക, അതാണ് കവിതയിലുള്ള അർത്ഥം. ഇവിടെ നോക്കട്ടെ, എവിടെ സാധനം? എവിടെ? USB വീഡിയോ ഇല്ലേ? ഇവിടെ പാറുകയായി മീനിക്കുട്ടി ഇല്ലേ? റെഡി, സെറ്റ് അല്ലേ? റെഡി. വേഗത്തിൽ ഓടി നടക്കുക. നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. പാവങ്ങൾ എന്ന നോവലിനെ ബിഷപ്പ് വാൾഴാങ്ങിനെ രക്ഷിച്ചത് എങ്ങനെയാണ്? വെള്ളിത്തരി കണ്ണികൾ താൻ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണ് രക്ഷിച്ചത്. ആ ഒരു വെള്ളി കരണ്ടികള് ഞാൻ സമ്മാനിച്ചത്, ഓൻ കട്ടതല്ല എന്ന് പറഞ്ഞു, അങ്ങനെയാണ് രക്ഷിച്ചത്. അതിലൊന്നും വലിയ സംശയമൊന്നുമില്ല. നെക്സ്റ്റ്. കുഞ്ഞുണ്ണി താൻ പിടിച്ച മീൻ കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടത് എന്തുകൊണ്ടാ? അച്ഛൻ പറഞ്ഞ കുമ്മാട്ടി എന്ന കഥ കേട്ട് സ്വാതന്ത്ര്യത്തിന്റെ വില അറിഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ആ മീനുകളെയൊക്കെ അങ്ങോട്ട് തുറന്നു വിട്ടത്. അല്ലായിരുന്നോ? കുഞ്ഞുണ്ണി താൻ പിടിച്ച മീൻ കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടത് എന്തുകൊണ്ടാ? വെറുതെ കൊണ്ട് പ്രാന്തായിട്ട് തുറന്നു വിട്ടതാ? അല്ല. കുമ്മാട്ടി എന്ന് പറഞ്ഞൊരു കഥ കേട്ട സമയത്ത് അതിൽ കഥ കേട്ടിട്ട് ആകെ പ്രശ്നമായി, വിഷമായി ഇല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ അതിനെ തുറന്നു വിട്ടതാണ്. യെസ് ഗൈസ്. നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. മിഴി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അത് മൂക്ക്, വായി, കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അത് കണ്ണാണ്. മിഴിയിട ഞാൻ അടയ്ക്കുമ്പോൾ പാട്ടൊക്കെ അങ്ങനെ പറയണ്ടടാ. നെക്സ്റ്റ്. അരങ്ങ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? നമുക്കറിയാം അത് വേദിയാണ്. അരങ്ങ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അത് വേദിയാണ്. ശ്രദ്ധിച്ചോ, ഇതേപോലെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിരിക്കും. നെക്സ്റ്റ്. കനവ് എന്ന വാക്കിന്റെ സമാന പദം. കനവ് സത്യം, സ്വപ്നം, വെളിച്ചം, ഇരുട്ട്. കനവ് നമുക്കറിയാം സ്വപ്നമാണ് അല്ലേ. കനവ്. കനവേ നീ പോട്ടെ. നെക്സ്റ്റ്. ധൈര്യം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? വേഗത, ശക്തി, വീരത്വം, സന്തോഷം. വിപരീത പദം, ധൈര്യത്തിന്റെ വിപരീത പദം, ധൈര്യത്തിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? വീരുത്താണ്. ധൈര്യം ഇല്ലായ്യ, അതാണ് എന്ത്? വീരുത്തം എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ്. സ്വന്തം കാര്യങ്ങളും അനുഭവങ്ങളും ദിവസവും കുറിച്ചു വെക്കുന്ന പുസ്തകമാണ് ഡയറി. അതിനൊന്നും വേറെ പ്രത്യേകം ഒന്നും വേണ്ട. ഡയറിയാണ് സ്വന്തം അനുഭവങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഡയറിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചിത്രത്തിന് നൽകുന്ന ചെറിയ വിശദീകരണത്തെ എന്തു വിളിക്കുന്നു? അതാണ് അടിക്കുറിപ്പ്. ഒരു ചിത്രത്തിന് നൽകുന്ന ചെറിയ വിശദീകരണം. ഒരു ചിത്രം കൊടുത്തിട്ട് അതിന്റെ അടിയിൽ ചെറിയൊരു വിശദീകരണം നൽകുന്നതിന് അതിനെന്ത് പറയാ? അടിക്കുറിപ്പ് എന്ന് പറയാം. അതിന് കഥ അല്ലെങ്കിൽ വിവരണം, കവിത എന്നൊന്നും അതിന് പറയൂല. അതിനെന്താ പറയാ? അടിക്കുറിപ്പ് എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്ഷരത്തെറ്റില്ലാതെ എഴുതുന്നതിനെ എന്ത് വിളിക്കുന്നു? അതിനാണ് ശുദ്ധലേഖനം. എന്താണ്? അക്ഷരത്തെറ്റില്ലാതെ എഴുതുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ശുദ്ധലേഖനം. ശുദ്ധ മണ്ടത്തരം പറയല്ലേ, അതല്ല, ശുദ്ധലേഖനം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാറ്റാടി എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? കാറ്റ് പ്ലസ് ആടി. കാറ്റ് പ്ലസ് ആടി അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ണുനീര് എന്ന വാക്ക് പിരിച്ചെഴുതുക കണ്ണ് പ്ലസ് നീര്. ഇങ്ങനെയുള്ള ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും, 100% ഉറപ്പ്, അതിലൊരു സംശയം വേണ്ട. നെക്സ്റ്റ്. ഇംഗ്ലീഷ് ആയിട്ടില്ല അല്ലെ. പൂന്തോട്ടം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെ? പൂ പ്ലസ് തോട്ടം, അതാണ് പൂന്തോട്ടം. ഇനി അടുത്തത്. ഹു ഈസ് ദ ലിറ്റിൽ ഹീറോ ഇൻ ദ സ്റ്റോറി ഹു ഹെൽപ്ഡ് സേവ് ഹെർ മദർ? അതാണ് ദിൽന. ഹു ഈസ് ദ ലിറ്റിൽ ഹീറോ ഇൻ ദ സ്റ്റോറി ഹു ഹെൽപ്ഡ് സേവ് ഹെർ മദർ? ആരായിരുന്നു?
ദിൽനയായിരുന്നു അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എമർജൻസി നമ്പർ ദിൽന ഡയൽ ടു ഗെറ്റ് ഹെൽപ്പ്? അതേതായിരുന്നു? 101 ആയിരുന്നു അല്ലെ. ആ ഒരു പാഠത്തിൽ നമുക്കറിയാം അല്ലെ, 101 ആണ് ആ എമർജൻസി ഡയൽ ചെയ്തിട്ടാണ് വിളിച്ചത്. നെക്സ്റ്റ്, where was Dilna's father working when the incident happened? ആ സമയത്ത് അബ്രോഡിലായിരുന്നു അല്ലെ, പുറത്താണ്, ഇവിടെയല്ല, അബ്രോഡിലായിരുന്നു ദിൽനന്റെ ഫാദർ ഉണ്ടായിരുന്നത്. ആ വീട്ടിൽ ആരും ഇല്ലല്ലോ, ദിൽനയോ ഇവരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ അബ്രോഡിലാണ് അല്ലെ. നെക്സ്റ്റ്, who taught Dilna the emergency game that helped her stay calm? ആരായിരുന്നു? ഗ്രാൻഡ് മദർ ആയിരുന്നു അല്ലെ. ഗ്രാൻഡ് മദർ ആണ് അങ്ങനെ ഒരു എമർജൻസി ഗെയിം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെ കാമായിട്ട് ഈ വളരെ പിന്നെന്താ പറയാ കാമായി നിന്നുകൊണ്ട് ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കാനും അവരെ വരുത്താനും ഒക്കെ പറ്റിയിരുന്നത്. നെക്സ്റ്റ്, വാട്ട് റിവാർഡ് ഡിഡ് ദിൽന റിസീവ് ഫ്രം ഹെർ ബ്രേവറി? അവരുടെ ആ ഒരു ധീരതയ്ക്ക് എന്താണ്? an award at the fire station. എവിടുന്നാണ്? an award at the fire station. അതാണ് നമുക്കറിയാം അല്ലേ. അതൊന്നുമല്ല, ബോക്സ് ഓഫ് കുക്കീസ് അല്ല, ന്യൂ ബൈസിക്കിൾ അല്ല, an award at the fire station അതായിരുന്നു. നെക്സ്റ്റ്, in the rainbow people watch magical items fell from the sky like butterflies. എന്തായിരുന്നു ബട്ടർഫ്ലൈസ് പോലെ എങ്ങനെ വന്നത്? എന്തായിരുന്നു? കളർ റിബൺസ് ആയിരുന്നു. നമുക്കറിയാം, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചോദിക്കാം. കളർ റിബൺസ് ആയിരുന്നു എന്ത് ചെയ്തത്, ഇങ്ങനെ വന്നിരുന്നത് അല്ലെ. നെക്സ്റ്റ്, വൈ ഡിഡ് ദ വില്ലേജേഴ്സ് ബിൽഡ് ബിഗ് വാൾസ് ബിറ്റ്വീൻ ദെയർ ഗ്രൂപ്പ്സ്? എന്തുകൊണ്ടായിരുന്നു ആ വില്ലേജേഴ്സ് ബിഗ് വാൾ ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സ് തമ്മിൽ ഉണ്ടാക്കിയത്? എന്തായിരുന്നു? ബിക്കോസ് ദേ വർ ഫ്രൈറ്റൻഡ് ബൈ ദെയർ ഡിഫറെന്റ് അപ്പിയറൻസ്. അതാണ് ആ ഉത്തരം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the blue group had food but what essential item were they missing? അവർക്ക് എന്തായിരുന്നു മിസ്സിംഗ് ഉണ്ടായിരുന്നത്? വാച്ചർ ആയിരുന്നു അല്ലെ. ഇതേപോലെയുള്ള ചിലപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what was the strangers advice to the villagers to help them be happy again? എന്തായിരുന്നു? sharing is the only way അല്ലെ. അതായിരുന്നു അല്ലെ, ഷെയറിംഗ് ഈസ് ദ ഓൺലി വേ. വാട്ട് വാസ് ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് ടു ദ വില്ലേജേഴ്സ് ടു ഹെൽപ്പ് ദം ബി ഹാപ്പി അഗൈൻ? എന്തായിരുന്നു ആ സ്ട്രേഞ്ചറിന്റെ അഡ്വൈസ്? ഭയങ്കര സന്തോഷത്തോടുകൂടി ജീവിക്കാൻ എന്തായിരുന്നു അവർ കൊടുത്ത അഡ്വൈസ്? അതാണ് ഷെയറിംഗ് ഈസ് ദ ഓൺലി വേ. അടുത്തത്, നെക്സ്റ്റ്, alone we can do so little, together we can do so much. Who words are these? നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്ക് കുറച്ചേ ചെയ്യാൻ പറ്റും, കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആരാണ്? ഹെലൻ കെല്ലറാ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where did the children who could not go to the school live in the colorful treasure? ആണ് നിയർ ഗാഡ്ബേക്ക് ഡം. അവിടെയുള്ള കുട്ടിയൊക്കെയാണ് എന്ത് ചെയ്തത്, സ്കൂൾ പോകാൻ പറ്റാത്തത് അല്ലേ. നമ്മൾ ആ ഒരു പാഠത്തിൽ നിയർ ഗാഡ്ബേക്ക് ഡംപിന്റെ അടുത്തുള്ള കുട്ടിയൊക്കെ സ്കൂൾ പോകാൻ പറ്റാത്തത്. അവരായിരുന്നു ഇങ്ങനെ സ്കൂൾ ബസ്സൊക്കെ നോക്കിയിട്ട് ടാറ്റ കൊടുക്കലും അല്ലേ, അവര് നിൽക്കുന്നത് പോലെ തന്നെ ഇവർ പ്രിറ്റൻഡ് ചെയ്യുക, അഭിനയിക്കുകയൊക്കെ ചെയ്ത് അല്ലേ, ബുക്ക് വായിക്കുന്നത് പോലെയൊക്കെ. ഓക്കെ, റെഡി. What did Didi have in her bag that excited the children? എന്തായിരുന്നു? വൈബ്രന്റ് കളർഫുൾ ബുക്സ് ആയിരുന്നു അല്ലേ. യെസ് ഗൈസ്. നെക്സ്റ്റ്, how did the children find Didi's house when she stopped coming? എങ്ങനെയായിരുന്നു കുട്ടികൾ ദീദിന്റെ വീട് കണ്ടുപിടിച്ചത്? ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ആ ഒരു സ്റ്റോപ്പ് ചെയ്തല്ലോ, അപ്പോൾ ദീദിന്റെ വീട് കണ്ടുപിടിക്കും എങ്ങനെ? They found her address on the last page of the book അല്ലെ. അങ്ങനെയല്ലായിരുന്നു. ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട്. ഒരുപാട് 125 ചോദ്യമുണ്ട്. അപ്പൊ 125 ചോദ്യത്തിൽ ഓപ്ഷൻസ് കൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നേരം കൊടുക്കും കേട്ടോ. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ കോട്ട് എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ് മീൻ? എന്താണ് അതിന്റെ മീൻ? എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. വാട്ട് ദ മീൻ? Reading books can make your dreams come true and bring hope. അതാണ് സംഭവം എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ്, what is the opposite word clean used in the sentence? They wore clean uniform. എന്താണ് ക്ലീൻ? എന്താണ് അതിന്റെ എന്താ? ഡേർട്ടി അല്ലേ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡേർട്ടി. ക്ലീൻ്റെതാണ് എന്ത്? ഡേർട്ടി, ഓപ്പോസിറ്റ് വേർഡ്. നെക്സ്റ്റ്, in the story the stone soup, നമുക്കറിയാം സ്റ്റോൺ സൂപ്പ്, കല്ലുകൊണ്ടുള്ള സൂപ്പ്. why were the doors locked in the village? എന്തുകൊണ്ടായിരുന്നു ആ ഡോറൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇവരൊക്കെ ഇങ്ങനെ അതിൻ്റെ അകത്ത് പോയി കുത്തിരിക്കാനുള്ള താമസം, അല്ലെങ്കിൽ കുത്തിരിക്കാന്നൊക്കെ നമ്മുടെ നാട്ടിലാണ് കേട്ടോ, നിങ്ങൾ കണ്ടിട്ട് പേടിക്കാൻ നിൽക്കേണ്ടത്. എന്തുകൊണ്ടായിരുന്നു? the villagers were unfriendly and did not want to share. അവര് തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന്. അവരെന്താ
അവര് അൺഫ്രണ്ട്ലിയും ആണ്, അതേപോലെ തന്നെ ഓർക്കൊരു സാധനം ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനത്തെ കുറെ ചങ്ങായിമാര് വൃത്തിയായിട്ട് അങ്ങനെ പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഫസ്റ്റ് മാജിക് ഇൻഗ്രീഡിയന്റ് ദ ട്രാവലർ പുട്ട് ഇൻ ടു ദ പോട്ട്? എന്തായിരുന്നു ഫസ്റ്റ് മാജിക് ഇൻഗ്രീഡിയന്റ്? എന്തായിരുന്നു? റൗണ്ട് സ്റ്റോൺ. വില പറ്റിക്കാൻ വേണ്ടിയിട്ട് കല്ലോണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ നോക്കിക്കും. ഭയങ്കരം തന്നെ. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദ പോയം ബീയിങ് ഹെൽത്തി, who recommends brushing your teeth morning and night? ആരായിരുന്നു അത്? മമ്മായിരുന്നു, നമുക്കറിയാം അല്ലെ. അതേപോലെ തന്നെ വാട്ട് ഹാപ്പൻ ടു ദ റൺവേ പാൻകേക്ക് ഇൻ ദ ഷോർട്ട് പിക്ചർ സ്റ്റോറി? എന്തായിരുന്നു ആ റൺവേ പാൻകേക്കിന് സംഭവിച്ചത്? എന്താ? ഇറ്റ് ജംപ്ഡ് ഔട്ട് ഓഫ് എ പാൻ ആൻഡ് വാസ് ചേസ്ഡ് അണ്ടിൽ ഇറ്റ് ഡിസപ്പിയർഡ് അല്ലെ. അങ്ങനെയായിരുന്നു സംഭവിച്ചത്, നമുക്കറിയാം. റെഡി? വാട്ട് ലെസൺ ഡിഡ് ദ വില്ലേജേഴ്സ് ലേൺ ഫ്രം ദ മേക്കിംഗ് ദ സ്റ്റോൺ സൂപ്പ്? എന്ത് ലെസൺ ആണ് കല്ല് സൂപ്പ് ഉണ്ടാക്കിയപ്പോൾ വില്ലേജേഴ്സിന് പഠിക്കാൻ പറ്റിയത്? ഷെയറിംഗ് റിസോഴ്സസ് മേക്സ് എവരി വൺ ഹാപ്പി ആൻഡ് ബ്രിങ്സ് ദ കമ്മ്യൂണിറ്റി ടുഗദർ അല്ലെ. ഷെയറിംഗ് റിസോഴ്സസ് മേക്സ് എവരി വൺ ഹാപ്പി. അവരാ ഷെയർ ചെയ്തതിനെ കൊണ്ട് എല്ലാവരും ഹാപ്പി ആയി. അതേപോലെ തന്നെ ബ്രിങ്സ് ദ കമ്മ്യൂണിറ്റി ടുഗദർ. അപ്പൊ അങ്ങനെ അവരെല്ലാരും കൂടെ ഉഷാറായിട്ട്, ആ കമ്മ്യൂണിറ്റി എല്ലാരും കൂടെ ഉഷാറായിട്ട് ഷെയർ ചെയ്തതിനെ കൊണ്ട് അവരെല്ലാവരും ഹാപ്പി. അതന്നെ, വേറൊന്നുമില്ല. പറഞ്ഞു എനിക്കെന്നെ താല്പര്യം തോന്നിക്കും. വേർ ഡിഡ് ദ ടിനി റെയിൻ ഡ്രോപ്സ് ലിവ് അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ഇറ്റ്സ് ജേർണി? എവിടെയായിരുന്നു? ഇൻ എ ലാർജ് ഫ്ലഫി ക്ലൗഡിലാണ് ആ റെയിൻ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നല്ല ചാടി പോകുന്നത് അല്ലേ. റെഡി? നെക്സ്റ്റ്, വാട്ട് atmospheric event signaled it was time for the raindrops to descend earth? ഏതായിരുന്നു? a flash lightning and a loud boom of thunder. അങ്ങനെയായിരുന്നു അത് ഭൂമിയിലേക്ക് പതിക്കാൻ കാരണം. What is the green carpet the raindrop sees from the sky? എന്തായിരുന്നു? ലഷ് ഗ്രീൻ ഫീൽഡ് ആണ് ആൻഡ് ഗാർഡൻസ്. അതാണ് ഇങ്ങനെ മുകളിൽ നോക്കിയപ്പോൾ ഒരു ഗ്രീൻ കാർപ്പറ്റ് പോലെ കണ്ടത് അല്ലേ. അതേപോലെ തന്നെ നെക്സ്റ്റ്, ഇൻ ദ വാട്ടർ സൈക്കിൾ വാട്ട് ഹാപ്പൻ ടു ദ റെയിൻ ഡ്രോപ്പ് വെൻ ദ സൺ കംസ് ഔട്ട് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഹോട്ട്? എന്തായിരുന്നു സംഭവിച്ചത്? ഇൻ ദ വാട്ടർ സൈക്കിൾ വാട്ട് ഹാപ്പൻസ് ടു ദ റെയിൻ ഡ്രോപ്പ്? റെയിൻ ഡ്രോപ്പിന് എന്താ സംഭവിച്ചത്? വെൻ ദ സൺ കംസ് ഔട്ട് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഹോട്ട്. എന്താ സംഭവിച്ചത്? ഇറ്റ് ഈസ് പുൾഡ് ബാക്ക് അപ്വേർഡ് ടുവേർഡ്സ് ദ സ്കൈ അല്ലെ. ഇവാപ്പറേഷൻ ആണ് സംഭവിച്ചത് അല്ലെ. നെക്സ്റ്റ്, വിച്ച് സൗണ്ട് വേർഡ് ഡിസ്ക്രൈബ്സ് ദ റെയിൻ ഡ്രോപ്പ് ഹിറ്റിംഗ് ദ കാറ്റ്? ആ ഒരു സൗണ്ട് ഏതായിരുന്നു? സ്പ്ലാറ്റ്. ഇതിൽ കുറച്ച് സൗണ്ട് പഠിക്കുന്നുണ്ട്, അത് പഠിച്ചോളി. സ്പ്ലാറ്റ് എന്ന് പറഞ്ഞ സൗണ്ടാണ് ഇതിന്റെ പൂച്ചന്റെ മുകളിലൊക്കെ വെള്ളത്തുള്ളി വീണപ്പുണ്ടായത് അല്ലെ. നെക്സ്റ്റ്, വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ദ ഊട്ടി ഓഫ് കേരള? കേരളത്തിന്റെ ഊട്ടി എന്ന് പറയുന്നത് റാണിപുരമാണ്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ ദ സാൾട്ട് സത്യാഗ്രഹ ടേക്ക് പ്ലേസ്? ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാ? 1930 അല്ലെ. ഹൗ മെനി ലയൺസ് ആർ വിസിബിൾ ഇൻ ദ ഫ്രണ്ട് വ്യൂ അവർ നാഷണൽ എംബ്ലം? നമ്മുടെ ദേശീയ മുദ്രയുടെ മുൻവശത്ത് എത്ര സിംഹങ്ങളെ കാണാൻ പറ്റും? 3 സിംഹങ്ങളെയാണ് മുൻവശത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്? അക്ഷരനഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏതാ? അത് കോട്ടയമാണ് പോലും. അടുത്തത്, ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് വിളിക്കുക. സ്വന്തം അച്ചുതണ്ടില് സ്വയം കറങ്ങുന്നതിനാണ് എന്ത് വിളിക്കുക? റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് വിളിക്കുക. അടുത്തതോ, വിച്ച് സെലിഷ്യൽ ബോഡി ഈസ് നോൺ ആസ് ദ സാറ്റലൈറ്റ്? ഏത് ആകാശഗോളമാണ് ഒരു ഉപഗ്രഹം എന്നറിയപ്പെടുന്നത്? ഇവിടെ കൊടുത്തേല് അത് മൂണാണ്, ചന്ദ്രനാണ്. ആണോ? ആണി. നെക്സ്റ്റ്, how many days does the earth take to complete one revolution? ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാകാൻ എത്ര ദിവസം വേണം? കൊടുത്തിട്ടുണ്ട് 365 ദിവസം അല്ലേ. അടുത്തത്, വിച്ച് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്പ് ഈസ് യൂസ്ഡ് ടു വാച്ച് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് ഡിജിറ്റലി? നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഡിജിറ്റലായി നിരീക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഏതാ? ഇനി വാട്സപ്പ് എന്നൊന്നും പോയി ചെയ്തണ്ട, സ്റ്റെല്ലേറിയാണ് അത് കേട്ടോ. ആ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും, ഉറപ്പ്. ഈ ഒരു ചോദ്യം വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേര് മാറ്റിക്കും, 100% ഉറപ്പ്. ഈ ഒരു ചോദ്യം വന്നിരിക്കും, വരണേ പഠിച്ചോണേ. ഈ ഒരു ചോദ്യം ഉണ്ടാവും. നെക്സ്റ്റ്, which organ do fish use to breathe? മത്സ്യങ്ങൾക്ക് ഏത് അവയവം ഉപയോഗിച്ചിട്ടാണ് ശ്വാസം വലിക്കുന്നത്? ഗിൽസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ചെകിളപ്പൂക്കളാണ്. നെക്സ്റ്റ്, which bird has long thin beak specifically for sucking nectar?
തേൻ കുടിക്കാൻ നീളമുള്ള മെലിഞ്ഞ കൊക്കുള്ള പക്ഷി ഏതാ? അതാണ് നമ്മളുടെ സൺബേർഡ് അല്ലെങ്കിൽ തേൻചിറ്റ എന്നൊക്കെ പറയുന്നത് അല്ലെ. ഇനി അടുത്തതോ, വിച്ച് ക്രിയേച്ചർ ഈസ് പോപ്പുലർലി നോൺ ആസ് ഫ്രണ്ട് ഓഫ് ദ ഫാമർ. കർഷകമിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏതാ? ഇതില് മണ്ണിരയാണ് കർഷകമിത്രം എന്നറിയപ്പെടുന്ന ജീവി. അടുത്തതോ, വാട്ട് ഹെൽപ്സ് വാട്ടർ ലില്ലീസ് ആമ്പലിന് ഫ്ലോട്ട് ഓൺ വാട്ടർ. ആമ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത് എന്താ? അതിന്റെ എയർ കാവിറ്റീസ് ഇൻ സ്റ്റെംസ് ആണ്, തണ്ടുകളിലുള്ള വായു അറകളാണ് അതിന് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കാൻ സഹായിക്കുന്നത്. അടുത്തതോ, വിച്ച് മെറ്റൽ ഈസ് ഫൗണ്ട് ഈസ് ഇൻ എ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, എഴുതി വെച്ച വരും എന്നുള്ള 100%. അതായത് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. ഇനി അടുത്തതോ, വെറ്റ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഇൻ ദ സൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. നനഞ്ഞ തുണി വെയിലത്ത് ഉണങ്ങുന്നത് ഏതിന്റെ ഉദാഹരണമാണ്? ഇവാപറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ആരാത് വിളിക്കുന്നത്? Who is calling me? ആരും വിളിക്കല്ലേ ഇപ്പോ? ആരൊക്കെ വിളിക്കുന്നത്? ആരും വിളിക്കല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which art form is performed by women around a lighted lamp in the month of Dhanu. ധനുമാസത്തിൽ നിലവിളക്കിന് ചുറ്റും സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ആ ഒരു കലാരൂപത്തിന്റെ പേരാണ് തിരുവാതിരക്കളി. അതിലും സംശയമില്ല. അടുത്തത്, who is known as the musical ruler of Kerala. കേരളത്തിലെ ഗായകൻ പ്രഭു അഥവാ സംഗീതജ്ഞനായ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. അതിലൊന്നും ഒരു സംശയവുമില്ല. കേരളത്തിന്റെ സംഗീതജ്ഞനായിട്ടുള്ള ഭരണാധികാരി ചോദിച്ചാൽ സ്വാതി തിരുനാൾ. അടുത്തത്, വിച്ച് വേർഡ് റിനോവ്ഡ് പെയിന്റർ ഇൻട്രൊഡ്യൂസ് മോഡേൺ ആർട്ട് ടു കേരള. കേരളത്തിന്റെ ആധുനിക ചിത്രകല പരിചയപ്പെടുത്തിയ ലോക പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ ആരാ? രാജാ രവിവർമ്മ. സംശയം എന്തുണ്ടോ? ഒരു സംശയവുമില്ല, വേഗം എഴുതിക്കൊള്ളാണ്ട് ഒക്കെ വന്നാൽ. വാട്ട് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് കേരള. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ എന്താ? മലയാളം, അല്ലാണ്ട് ഇംഗ്ലീഷ് ഒന്നല്ല. അടുത്തത്, ഹൗ മെനി ഡിസ്ട്രിക്ട് ഇൻ കേരള. കേരളത്തിൽ എത്ര ജില്ല ഉണ്ട്? 14. ഇതൊക്കെ എഴുതണേ. അടുത്തത്, ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ എ സറൗണ്ടിങ് ഈസ് കോൾഡ്. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത് അല്ലേ? ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബേർഡ് ഈസ് ദ സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള. അതാണ് നമ്മളുടെ വേയാമ്പല് അല്ലേ? അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രൊട്ടക്ട്സ് പെൻഗിൻസ് ഫ്രം എക്സ്ട്രീം കോൾഡ്. അതിശൈത്യത്തിൽ നിന്ന് പെൻഗിനുകളെ സംരക്ഷിക്കുന്നത് എന്താ? അതിന്റെ ഫാറ്റ് അണ്ടർ ദ സ്കിൻ ആണ്, ത്വക്കിനടിയിലുള്ള കൊഴുപ്പാണ് ഈ ഭയങ്കര തടുപ്പിൽ നിന്ന് പെൻഗിന് കണ്ടിയില്ലേ, തണുപ്പത്തൈറ്റുകൾ പൊതിച്ചു മൂടിയിട്ട് അതോർക്കുന്നത് അല്ലല്ലോ. അതാണ് എന്തല്ലോ. അടുത്തത്, വിച്ച് മൂവ്മെന്റ് ഈസ് കോസ്ഡ് ബൈ ദ എർത്ത് ട്രാവലിംഗ് അറൌണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? എന്താ വിളിക്കുന്നത്? റിവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് ഐഡന്റിഫൈ ആസ് ദ ട്രഡീഷണൽ പെർഷ്യൻ ഇൻസ്ട്രുമെന്റ് ഓഫ് കേരള. കേരളത്തിന്റെ തനിതായ ഒരു വാദ്യോപകരണം എന്ന് പറയുന്നത് ചെണ്ടയാണ്. ഇവിടെ കൊടുത്താൽ ഗിത്താറും പിയാനോ വയലിൻ ഒന്നല്ല. എന്താണ് കേരളത്തിന്റെ തനിതായ വാദ്യോപകരണം? അത് ചെണ്ടയാണ്. എന്താണ് ചെണ്ട? ചെണ്ടക്കൊരു കോലുണ്ടട മണ്ടക്കൊരു തട്ടുണ്ടട ഇറ്റിറ്റടി ഇറ്റിറ്റടി താളം. എങ്ങനെയുണ്ട്? നെക്സ്റ്റ്, ഹൗ മെനി കോർണേഴ്സ് ഡസ് ദ ട്രയാങ്കിൾ ഹാവ്. ഒരു ത്രികോണത്തിന് എത്ര മൂലകളുണ്ട്? 3 മൂലകളുണ്ട് അല്ലേ? സംശയമുണ്ടോ? സംശയമൊന്നുമില്ല. അങ്ങനെയാണ് അടുത്തത്, ഇൻ എ റെക്ടാങ്കിൾ വിച്ച് സൈഡ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. ഒരു ചതുരത്തിന്റെ ഏത് വശങ്ങളാണ് നീളത്തിൽ തുല്യം? അതിന്റെ ഓപ്പോസിറ്റ് വശങ്ങൾ നീളത്തിൽ തുല്യമായിരിക്കും. അടുത്തത്, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഫോർ. നാലക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഇല്ലേതാ? ഇത് 9999. അടുത്തത്, വാട്ട് ഈസ് ദ നമ്പർ ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് 1 to 999 അല്ലെങ്കിൽ 999. 999 1 കൂട്ടിയാൽ എത്ര കിട്ടും? 1000 കിട്ടും. ഇരുന്ന സംശയം. വിച്ച് ഡിജിറ്റ് ഈസ് ദ 10th place in the number 6805. 6805 എന്ന സംഖ്യയിലെ 10കളുടെ സ്ഥാനത്തുള്ള അക്ക ഏതാ? 10കളുടെ സ്ഥാനത്തുള്ള അക്കതാ 0. ഒറ്റ 10, 100, 1000 നമുക്കറിയാം. അടുത്തത്, ഹൗ മെനി തൗസൻഡ്സ് ആർ ദർ ഇൻ 1000. 10 നൂറുകൾ ചേർന്നാൽ എത്ര 1000 ലഭിക്കും? 10 നൂറുകൾ ചേർന്നാൽ 1000 കിട്ടും അല്ലേ? 10 നൂറുകൾ ചേർന്നാൽ 1000. 20 നൂറുകൾ ചേർന്നാൽ 2000 അല്ലേ? ആണ്. അടുത്തത്, ദ റോമൻ നമ്പർ. ഇത് നിങ്ങൾ പഠിക്കണം. റോമൻ അക്കം ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 9. ഇത് പ്രത്യേകം പഠിക്കണം. എനിക്ക് 10, 12 അങ്ങനെ എന്തോ ഉള്ളൂ. അത് പഠിച്ചോളിയേ നിർബന്ധമായിട്ട് ഈ ഒരു ചോദ്യം.
100% ഉറപ്പ് വരും എന്നുള്ള കാര്യം ഉറപ്പാ മോനെ, പഠിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. 490 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 100. 490 10 എത്രയാ? 500. അപ്പൊ ഇനി 1000 100 അല്ലേ, 1000 ആണ്. 1000 അപ്പൊ 500നോട് എത്ര കൂട്ടണം? 500 കൂടി കൂട്ടണം. അപ്പൊ എത്രയാ? 500. അടുത്തത്, വിച്ച് ഈസ് ദ സം ഓഫ് 2500 ആൻഡ് 1500. 2500ഉം 1500ഉം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എത്രയാ? 2500 1500 കൂട്ടിയാൽ എത്രയാ? 2 1 3, പിന്നെ 500 500 1000, 4000 ഉറുപ്പ്യ അല്ലേ? 4000. അടുത്തത്, using the digit 4072 only once, what is the largest number possible? 4072 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഓരോ തവണ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 7420. ഇതെങ്ങനെയാ വരുന്നത് എന്ത് എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് വേണേൽ പോയിട്ട് കണ്ടോളാണ്ടി, ഈ PDF ഉണ്ടാവും കേട്ടോ. ഈ ഞാൻ കൊടുക്കുന്ന ലിങ്ക് ഇല്ലേ, ലിങ്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അതിലുണ്ടാവും കേട്ടോ. റെഡി. നെക്സ്റ്റ്, അടുത്ത ചോദ്യം, ഹൗ മെനി സെക്കൻഡ്സ് ആർ ഇൻ എ 1 മിനിറ്റ്? ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? അതാർക്കും അറിഞ്ഞൂടാത്തത്? 60 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് മൂവ്സ് ദ ഫാസ്റ്റസ്റ്റ്? ക്ലോക്കിലെ ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി ഏത്? അതാണ് സെക്കൻഡ് സൂചി എന്ന് പറയുന്നത്. സെക്കൻഡ് സൂചിയാണ് പിടുത്തം വിട്ട് കറങ്ങുക അല്ലേ? മിനിറ്റ് സൂചി അങ്ങനെ കറങ്ങുമോ? ഇല്ല. സെക്കൻഡ് സൂചി അല്ലേ സ്പീഡ് കറങ്ങുക? ആണ്. അടുത്തത്, ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ എ ലീപ് ഇയർ? ഒരു അതിവർഷത്തിൽ ആകെ എത്ര ദിവസങ്ങൾ ഉണ്ടാവും? 366 ദിവസങ്ങൾ അല്ലേ? അടുത്തത്, if the third of the month in a Sunday, what will be the date of the next Sunday? ഒരു മാസത്തെ 3-ാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച എത്രാം തീയതി ആയിരിക്കും? 10 ആയിരിക്കും. കാരണം എന്താ? ഈ 3നോട് 7 കൂട്ടിയാൽ അടുത്ത ഞായർ കിട്ടും ഇല്ലേ? അതായത് ഇന്നത്തെ ഞായറിനോട് അടുത്ത ഞായർ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ 7 കൂട്ടിയാലാണ് എന്തത്? അടുത്ത ഞായർ കിട്ടുന്നത്. അപ്പൊ 3നോട് 7 കൂട്ടിയാൽ 10 ആണ്. ഇതൊക്കെ എങ്ങനെയാന്ന് കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ലിമിറ്റഡ് സ്റ്റോപ്പ് പോലെ പറയുന്നു നിങ്ങൾ നോക്കണ്ട. ഓരോ പാഠത്തിൽ എന്താ പഠിക്കുന്നത്? 4-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇത് പഠിച്ചിട്ട് എന്ത് ഉണ്ടയാ കിട്ടാനുള്ളത്? ഇതിൽ എന്തൊക്കെ ചോദ്യം CM കിഡ്സിന് വരും? ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് PDF കണ്ടോ വേണമെങ്കിൽ. അടുത്തത്, ഹൗ മെനി മന്ത്സ് ഇൻ എ ഇയർ ഹാവ് എക്സാക്ട്ലി 30 ഡേയ്സ്? ഒരു വർഷത്തിൽ 30 ദിവസങ്ങൾ മാത്രമുള്ള എത്ര മാസങ്ങളുണ്ട്? 4 മാസങ്ങൾ. 30 ദിവസം മാത്രമുള്ള 4 മാസങ്ങൾ. What is the difference between the largest 4-digit number, the smallest 4-digit number? ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എത്രയാ? നമുക്കറിയാം. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എത്രയാ? നമ്മളറിയാം. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 8999. അടുത്തത്, which device use subtraction of meter reading to calculate usage? മീറ്റർ റീഡിങ്ങിലെ വ്യത്യാസം കുറച്ച് ഉപയോഗം കണക്കാക്കുന്നതിന് താഴെ പറയുന്നത് ഏതിലാണ്? ക്ലോക്കിലാണോ, ഇലക്ട്രിസിറ്റി ബില്ലാണോ, തെർമോമീറ്റർ ആണോ, സ്കെയിലാണോ? അത് നമുക്കറിയാം. അത് ഏതാണ്? വൈദ്യുത ബില്ലിലാണ് നമ്മളൊക്കെ കണക്കാക്കുന്നത്. അടുത്തത്, ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ. 6772, 6572, 6372. ഇതിന്റെ അടുത്ത പാറ്റേൺ എത്രയാ? 6172. 200 വെച്ച് ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ് അല്ലേ? പാറ്റേൺ എങ്ങനെയാന്നൊക്കെ ചെയ്യുന്ന നമുക്കറിയാം. എന്തായാലും വരും. 100% ഈ ചോദ്യം വന്നിരിക്കും. പാറ്റേൺ 100%. Next question, if you subtract 1 from the smallest 4-digit number, you get. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയിൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എത്രയാ? 1000. അതിൽ നിന്ന് 1 കുറച്ചാൽ 999. അടുത്തത്, എ ട്രേഡർ ഹാഡ് 5400 kg റൈസ്. ആ ഒരു ട്രേഡറിന്റെ അടുത്ത് 5400 കിലോ റൈസ് ഉണ്ട്. ആൻഡ് സോൾഡ് 2300. അതിൽ നിന്ന് ഒരാൾ 2300 ബിറ്റ്. ബാക്കി എത്ര? അതാണ് ചോദ്യം. ബാക്കി 3100. 5400 2300 കുറച്ച് നോക്കുക. അടുത്തത്, ഈ 3 × 8 24. 8 × 3 എത്ര? 3 × 8 24 ആണെങ്കിൽ 8 × 3 എത്ര? നേരെ തിരിച്ചിട്ടിട്ടല്ലേ ഉള്ളൂ. മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും അതിൻ്റെ 24 തന്നെ ആയിരിക്കും. 8 × 3 24. 3 × 8 24. 5 5 25. 5 4 20. 4 5 20 അല്ലേ? അങ്ങനെ ഇട്ടാലും ഇങ്ങനെ ഇട്ടാലും ഒക്കെ കാണിക്കുന്നത്. What is the result of 15 × 10? 15 × 10ന്റെ ഫലം എത്രയാ? 150. ഇത് എങ്ങനെയാ കാണാന്നൊക്കെ നമുക്കറിയാം അല്ലേ?
നമ്മൾ ഈ ഗുണിക്കുന്നതൊക്കെ എളുപ്പത്തിൽ കാണുന്ന വഴിയൊക്കെ നമ്മൾ പഠിച്ചതാ, മറന്നു വേണ്ട. അടുത്തത് ടു മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 100 ഹൗ മെനി സീറോസ് ഷുഡ് ബി ആഡഡ് ടു ദ ഇറ്റ്സ് റൈറ്റ്. ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ ആ സംഖ്യയുടെ വലതുവശത്ത് എത്ര പൂജ്യങ്ങൾ ചേർക്കണം എന്നാ? എത്ര പൂജ്യങ്ങൾ ചേർക്കണോ? 2 പൂജ്യം അല്ലേ? നെക്സ്റ്റ് വിച്ച് ഈസ് ദ സെയിം ആസ് 4 × 4 × 4 × 4 എന്നതിന് തുല്യമായത് ഏതാ? 4 × 5. കാരണം 1 2 3 4 5 4 × 5 എന്ന് പറയുന്നത് ഇങ്ങനെ കൂട്ടുന്നതിന് തുല്യമാണ്. അല്ലേ? 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 ആണ്. നെക്സ്റ്റ് ഇൻ ദ കോസ്റ്റ് ഓഫ് 1 penny is 12. ഒരു പെണ്ണിന്റെ വില, പെണ്ണിന്റെ അല്ല പെണ്ണിന്റെ വില 12. അങ്ങനെയാണെങ്കിൽ 10 പെണ്ണിന്റെ വില എത്രയായിരിക്കും? 120 ആയിരിക്കും. ഒരു പെണ്ണിന്റെ വില 12 ആണെങ്കിൽ 12 × 10 120. സിമ്പിൾ. അടുത്തത് ഹു ഈസ് ദ കറന്റ് ചീഫ് മിനിസ്റ്റർ? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം. കേരളത്തിന്റെ ഊട്ടി റാണിപുരം. ഇരവിക്കുളം നാഷണൽ പാർക്ക് എവിടെയാ? ഇടുക്കിയില് അല്ലേ? ആണ്. ഇരവിക്കുളം നാഷണൽ പാർക്ക് എവിടെയാ? ഇടുക്കിയില്. മലയാള ഭാഷയുടെ പിതാവാരാ? തുഞ്ചത്തെഴുത്തച്ഛൻ. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം ഏതാ? ആറളമാണ്. അതെവിടെയാ? കണ്ണൂര്. ഒന്നുകൂടി ശ്രദ്ധിച്ചോ, സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം ഏതാണ്? ആറളം, കണ്ണൂര്. അടുത്തത് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ബൈ ഏരിയ? വിസ്തീർണത്തിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. അടുത്തതോ ഇൻ വിച്ച് ഇയർ ഡിഡ് ഇറ്റ് ഗെയിൻ ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏതാ? 1947. അടുത്തത് who is known as a Nightingale of India? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി ആരാ? സരോജിനി നായിഡു. അങ്ങനെയാണെങ്കിൽ in which year did the Jallianwala Bagh massacre take place? ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് വർഷത്തിലാ? 1919. ജാലിയൻവാലാ ബാഗ് 1919. അടുത്തത് വാട്ട് ഈസ് ദ വീൽ ഇൻ ദ സെന്റർ ഓഫ് ദ നാഷണൽ ഫ്ലാഗ് കോൾഡ്? ദേശീയ പതാകയുടെ നടുവിലുള്ള ചക്രം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അശോക ചക്രം അല്ലെങ്കിൽ ധർമ്മചക്രം എന്നൊക്കെ അതിന് പേരറിയപ്പെടുന്നുണ്ട്. ഇത് രണ്ടും കേട്ടോ, ഇതും ധർമ്മചക്രം രണ്ടും ശരിയാണ്. അടുത്തത് ഹൗ മെനി ലയൺസ് ആർ വിസിബിൾ? നമുക്കറിയാം, 3 നേരത്തെ പറഞ്ഞത്. അടുത്തത് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എന്ന് പറയുന്നത് 1930 അല്ലെ? 1930. ഇനി അടുത്തത് നോക്കൂ, കേരളത്തിലെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് കേളപ്പനായിരുന്നു കേട്ടോ. അടുത്തത് സുപ്രീം കോടതി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്. സുപ്രീം കോടതി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അതായത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് കേട്ടോ. ഇതേപോലെ കറണ്ട് അഫയേഴ്സിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്റെ PDF കൊണ്ട് കാണണേ, നിർബന്ധമാണ്. ശുഭാംശു ശുക്ലയെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ആ ഒരു ദൗത്യത്തിന്റെ പേരാണ് ആക്സിയം 4. അദ്ദേഹത്തിന് ഒരു ബഹുമതി കൊടുത്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടേ. കഴിഞ്ഞോ? ഇല്ല. നെക്സ്റ്റ് ശുഭാംശു ശുക്ലയെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യത്തിന്റെ ആക്സിയം 4 അല്ലെ? പിന്നെ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല അല്ലെ? ഇനി അടുത്തത് 2035 ആകുമ്പോഴേക്കും ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയാണ് ബാസ്. അങ്ങനെ പഠിച്ചോ, ബാസ്. BAS ബാസ് കേട്ടോ. BAS ബാസ്. അതിന്റെ പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അല്ലെ? ഭാരതീയ അന്തരീക്ഷ 2035 ആകുമ്പോഴേക്കും ഇന്ത്യ നിർമ്മിക്കാൻ ബഹിരാകാശ നിലയാണ്. ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ ബാസ് അല്ലെങ്കിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അല്ലെ? ഇനി അടുത്തത് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹാണ് മെർക്കുറി കേട്ടോ. ഇനി അടുത്തത് ഹമ്മിങ് ബേർഡ്. ഏറ്റവും ചെറിയ മുട്ടയിടുന്നതാണ് ഹമ്മിങ് ബേർഡ്, നമുക്കറിയാം. അടുത്തത് കർഷക മിത്രം എന്നറിയപ്പെടുന്ന ജീവിയാണ്. ഇതില് ഏതാണ്? പിന്നെ ഏത്തുവമാണ് അല്ലെ? മണ്ണിര എന്നൊക്കെ പറയും. ഇനി അന്റാർട്ടിക്കയിൽ ഇന്ത്യ പുതുതായി സ്ഥാപിക്കുന്ന ഗവേഷണത്തിന്റെ പേരാണ് മൈത്രി 2 ട്ടോ. മൈത്രി എന്നാണ് എന്ത്? അന്താരാഷ്ട്ര ഈ പറയുന്ന മൈത്രി 2. ഓപ്ഷൻ സി ആണ് മൈത്രി 2. അന്റാർട്ടിക്കയിൽ ഇന്ത്യ പുതുതായി സ്ഥാപിക്കുന്ന ഗവേഷണ കേന്ദ്രത്തിന്റെ പേരാണ്. ഇനി അടുത്തത് ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് ആര്? സൊഹ്റാൻ മംദാനി കേട്ടോ. ന്യൂയോർക്ക് മേയറായിട്ട് ഇപ്പൊ അടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് ആര്? സൊഹ്റാൻ മംദാനി എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സായത്? കിറ്റ് ഇന്ത്യ കേൾക്കുക, ഇത് പാസ്സാക്കണ്ടേ, എവിടെന്നെങ്കിലും തീരുമാനിക്കണ്ടേ? ഇത് എവിടുന്നാണ് ഈ പ്രമേയം പാസ്സായത്? ബോംബെ സമ്മേളനത്തിലാണ് കേട്ടോ. ബോംബെ സെഷൻ അല്ലെങ്കിൽ ബോംബെ സമ്മേളനത്തിലാണ് പാസ്സായത്. മക്കളെ ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചോ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന 30ഓളം PDF ഫയലുകൾ ഉണ്ട്. അത് കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് മറിച്ചൊക്കെ നോക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും വിജയാശംസകൾ. ഒന്നിനെ പറ്റിയിട്ട് പേടിക്കണം. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്, 100% ഉറപ്പാണ്. പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിജയം നാളെ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ പണിയെടുത്തിട്ട് നാളെ വരുന്ന ചോദ്യം എന്തോ ഉണ്ടാക്കൊരു ചോദ്യമാണെങ്കിൽ പോട്ടെ പുല്ലി, അങ്ങനെ വെക്കണം, പോട്ടെ. എന്താക്കാനാപ്പോ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച്, രാവിലെയും വൈകുന്നേരവും കഷ്ടപ്പെട്ട് പഠിച്ച്, ഉറക്കൊഴിഞ്ഞ് ഭക്ഷണം വരെ കഴിക്കാണ്ട് പഠിക്കുന്ന കുറെ മക്കളുണ്ട്. എന്നിട്ട് ചോദ്യങ്ങൾ എന്തോ ചോദ്യം വരുന്നത്, നമ്മൾ എന്താക്കാനാ? അതിൽ നിങ്ങളാരും നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒരു നിരാശയും വേണ്ട മക്കളെ, നന്നായിട്ട് നിന്നോ. നിങ്ങളുടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വിജയിക്കാം. എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാതെ വരേക്കും. ബൈ ബൈ, ടാറ്റാ. ലൈക്ക്, സബ്സ്ക്രൈബ്.